ഈ സോഷ്യൽ മീഡിയയില് പക്ഷെ രേണുസുതിയും ദാസേട്ടനും തമ്മിൽ അടിച്ച് പിരിഞ്ച് അതൊക്കെ വെറുതെ ട്രോളുകളല്ലേ, അത് നേരത്തെ പറഞ്ഞില്ലേ, ട്രോളുകളാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ, ഞാനും ശ്രീലക്ഷ്മി നല്ല സുഹൃത്തുക്കളാണ്, ഞാൻ രേണുസുതി നല്ല സുഹൃത്തുക്കളാണ് എല്ലാരും. ഇപ്പൊ ശ്രീലക്ഷ്മിയും രേണുസുതിയും ഒരു കോൾഡ് വാർ പോലെ നമ്മള് കാണാറുണ്ട്. അപ്പൊ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് നിൽക്കുമ്പോ അതൊരു എന്നെ സംബന്ധിച്ച് രണ്ടുപേരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പം ബാക്കി വിഷയങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, എന്താണെന്നും അവരോട് തന്നെ ചോദിക്കും. അപ്പം ചേട്ടനും രേണുസുതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല? എന്ത് പ്രശ്നം, ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആൽബത്തിന്റെ കുറെ കട്ട് ഷോട്ടുകളൊക്കെ ഇപ്പം മന്ദാരച്ചേരി, പിന്നെ അതൊക്കെ വെറുതെ പറയാ. ശരിക്കും ഇങ്ങനെ ചേട്ടന്റെ റീലിലൂടെ അല്ലെങ്കിൽ സിനിമാറ്റിക് ചാന്ത് കുടഞ്ഞൊരു ആ സമയത്ത് വിവാദം എന്നൊക്കെ നമുക്ക് പറയാം. വിവാദമായ ഒരു അതിൽ നിന്ന് ഇന്നത്തെ രേണുസുധീനെ ചേട്ടൻ കാണുമ്പോഴേ ഒരു ഡിഫറൻസ്. ഇപ്പം അന്നത്തെ അതിന് വന്ന ആളും ഇപ്പൊ കാണുന്ന. അതെ, ഞാൻ പറയല്ലോ, ഫെബ്രുവരി 19 ഞങ്ങളെ ചാന്ത് കുടഞ്ഞ റീൽ ഇറങ്ങിയത്. ഫെബ്രുവരി 19 ഇറങ്ങിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ബിഗ് ബോസ് കയറി രേണുസുധി. ബിഗ് ബോസിൽ രേണുസുധിക്ക് കയറാൻ സഹായകമായ പല ഘടകങ്ങളും അവളെ വളർച്ചയിലും അവളെ റീലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി സിനിമാറ്റിക് ലെവലിൽ റീൽസിലേക്ക് ഞാൻ വിളിച്ചു, രേണു വന്നു. ഞാൻ ഒരിക്കലും രേണു വരുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. എന്റെ ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഗതി ചെയ്യുന്നുണ്ട്, രേണു താല്പര്യമുണ്ടോ? ആ ചേട്ടാ വരാം. വന്നു, പാട്ട് സെലക്ട് ചെയ്തു. ഈ പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്തിട്ടല്ല രേണുവിനെ വിളിക്കുന്നത്, അത് പ്രത്യേക പോയിന്റ് ആണ്. റീല് ചെയ്യാനാണ് രേണുവിനെ വിളിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എന്റെ കാറിൽ ഈ FM ഈ പാട്ട് കേട്ടു, ചാന്ത് കുടഞ്ഞൊരു. അങ്ങനെ ഡിസ്കസ് ചെയ്തു, രേണു ഒക്കെ ഡിബിന്റെ പണം ക്യാമറമാനും ഡിസ്കസ് ചെയ്തു, അങ്ങനെ സെറ്റായ സാധനമാണ്. പിന്നെ പാട്ട് സെറ്റ് ആക്കിയിട്ടല്ല റീൽ ചെയ്യാൻ വിളിച്ചത്, റീല് ചെയ്യാൻ ഓക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തത്. ഈ കുറച്ച് ഇന്റിമേറ്റ് സീനുകൾ വരുന്ന റീൽ ആയതുകൊണ്ട് തന്നെ അന്ന് സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലിലായിരുന്നല്ലോ ശരിക്കും. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്നുള്ള ലേബൽ തന്നെയാണ് രേണുസുധിക്ക്. ഇപ്പോഴും സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലുണ്ട്, പക്ഷെ ഇപ്പൊ രേണുസുധിക്ക് രേണുസുധിയുടേതായ ഒരു ലേബൽ. അങ്ങനെയല്ല പറയുന്നത്, രേണുസുധിന്റെ പ്രൊഫൈൽ പിക്ക് ഇപ്പോഴും സുധിന്റെ ആണല്ലോ. അത് തീർച്ചയായും. അപ്പൊ രേണുവിന്റെ സ്വന്തമായ ഐഡന്റിറ്റിന്റെ രേണുവിന്റെ പ്രൊഫൈൽ വെച്ച് വെച്ചൂടെ? രേണു ആക്ച്വലി ഒരു രേണു സ്വന്തമായി ബിഗ് ബോസ് കൂടെ ഒരു ഐഡന്റിറ്റി രേണു ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളെ പകുതിയോളം ആൾക്കാര് കൊല്ലം സുധീന്റെ ഭാര്യ രേണുസുധി പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? രേണു പറഞ്ഞിട്ടുണ്ടോ കൊല്ലം സുധീന്റെ ഭാര്യ അല്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, രേണു 100% കൊല്ലം സുധീന്റെ ഭാര്യയാണ്. അവര് തമ്മിൽ അത്രയും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും രേണു സ്വന്തം ഭർത്താവിനെ തള്ളി പറഞ്ഞു എന്നല്ല നമ്മൾ പറയുന്നത്. രേണുസുധി ഇപ്പൊ ശരിക്കും രേണുസുധിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ അതിന് മാറ്റമൊന്നുമില്ല. കൊല്ലം സുധീന്റെ ഭാര്യയാണെന്ന രീതിയിൽ രേണു ഇപ്പോഴും പല ആൾക്കാരെ കൊല്ലം സുധീന്റെ ഭാര്യയല്ലേ. ആ സുധീനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സുധി ഒരു സോഷ്യൽ അല്ല, ഒരു സെലിബ്രിറ്റി അല്ലേ സുധി. അതെ അതെ. അതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ശേഷം ഒരു നെഗറ്റീവിലാണ് പുള്ളിക്കാരി പോയതെങ്കിൽ ബിഗ് ബോസിന് ശേഷം ശരിക്കും രേണുസുധിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പുറത്ത് ഷോകൾ വരുന്നത് അതിന്റെ ബേസിലാണ്, രേണുസുധി എന്നുള്ള ഒരാളുടെ പേരിലാണ്. സ്റ്റിൽ അവര് സുധിയുടെ ഭാര്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, സെറ്റാണ്. അതന്നെ ഞാനും പറഞ്ഞത്. നമ്മുടെ ഈ പുതിയ ആൽബം അതിനെപ്പറ്റി രൺജിത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മന്ദാരച്ചേലിന്റെ ഞാൻ കുറെ നാളായി ഒരു ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടൊരു ലവ് സീനൊക്കെ ഉള്ള ഒരു ആൽബം ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇതൊരു വൻ ചർച്ചയാവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ റിലീസിന് ശേഷം. എന്താണ് ശരിക്കും മന്ദാരച്ചേൽ എന്ന് പറയുമ്പം നല്ല റൊമാൻറ്റിക് ആണ്. അതായത് റൊമാൻറ്റിക് എന്ന് പറയുമ്പം നമ്മളിപ്പം എന്താ പറയാ, കൈ പിടിക്കാതെ ഹഗ് ചെയ്യാതൊന്നും പൂർണ്ണ റൊമാൻറ്റിക് എവിടെ ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതിപ്പോ സിനിമയിൽ ഇപ്പൊ ആര് ചെയ്യുകയാണെങ്കിലും, ഏതൊരു വലിയ സിനിമാ നടൻ ചെയ്യുകയാണെങ്കിലും സിനിമാ നടി ചെയ്യുകയാണെങ്കിലും ചെയ്യാറുണ്ട്. റൊമാൻറ്റിക് അല്ലേ? അതേപോലത്തെ സംഗതികൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തു. ഈ ആൽബത്തിന്റെ അകത്ത് അത്രയും വേറെ വ്യത്യാസമൊന്നുമില്ല. സിനിമകൾ ചെയ്യുമ്പോൾ അത് പാടും, ആൽബം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീൽ ചെയ്യുമ്പോൾ പാടില്ല. അങ്ങനെ രണ്ട് തരത്തിൽ ചിന്താഗതി എനിക്കില്ല. അഭിനയം തന്നെ എവിടെയാണെങ്കിലും, റീലാണെങ്കിലും അല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന റീലല്ലേ? സിനിമേനേക്കാൾ കൂടുതൽ കാണുന്ന റീലല്ലേ? സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണോ സിനിമയെ കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ റീൽസിൽ കൊടുക്കുന്ന, ആൽബത്തിൽ കൊടുക്കുന്ന ആ വ്യത്യാസം. അപ്പൊ മന്ദാരച്ചേല ഇറങ്ങി കഴിയുമ്പോ രേണുചേച്ചി പറഞ്ഞതുപോലെ ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മൾ കുറെ വിവാദങ്ങൾ കണ്ട ആളല്ലേ, ഒരു വിവാദം ആവട്ടെ. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയണം, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ പുതിയ ആൽബത്തിന് ഒരു പുഷ് ആയിക്കോളൂന്ന്. അപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് മനഃപൂർവ്വമാണോ? അങ്ങനൊന്നുമില്ല. ആ പാട്ടിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അതിലൊരുക്കി എന്നല്ലാതെ അത് മനഃപൂർവ്വം ഒന്നല്ല.
ഞാൻ നേരത്തെ പറഞ്ഞ റീല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പറഞ്ഞ് പാട്ട് സെലക്ട് ചെയ്തത്. ഇത് അങ്ങനെയല്ല, പാട്ട് 2 കൂട്ടരും ആൽബത്തിൽ കേട്ട് കഴിഞ്ഞ ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മുടെ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും മൊത്തത്തിൽ അത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ആൽബം വരുന്നുണ്ട്, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രശ്നങ്ങൾ നോക്കാതല്ലേ. ഓക്കെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ തമ്മില് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളുടെ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോസിനകത്തും താഴെ കുറച്ച് പേജിന്റെ താഴെ കമന്റുകളുണ്ട്, ഇവരൊന്നായോ വീണ്ടും, ഇവരുടെ വഴക്ക് തീർന്നോ എന്നുള്ളത്. ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടെ വഴക്കിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ട്, എനിക്കറിയാം. ഞങ്ങളിപ്പോ നല്ല സുഹൃത്തുക്കൾ. ഞങ്ങൾ അതിന് രേണു ബിഗ് ബോസ് വന്ന ശേഷം ഞങ്ങളൊരു മാറ്റം തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം ഒന്നല്ല, അതിനുശേഷമാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഈ ആൽബത്തിൽ ഒന്നിച്ച് ചേരുന്നത്. ചേട്ടാ, ഇപ്പം നമ്മളൊരു ഗവൺമെന്റ് ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് റീൽസുമായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇടയ്ക്ക് നമ്മൾ കണ്ടിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ റീൽ ചിത്രീകരണം തന്നെ പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി നിന്ന് റീൽസിൽ ഇത്രയും സജീവമായിട്ടിരിക്കുമ്പോ അത് നമ്മുടെ ജോലിയെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒരു ബാധിക്കും? ജോലി രാവിലെ 10 മുതൽ 5 വരെ കൃത്യമായി നമ്മൾ ചെയ്യുക. ആ ദിവസം നമ്മൾ ലീവ് ആണെങ്കിൽ ലീവ് ലെറ്റർ നേരത്തെ എഴുതി കൊടുക്കുന്ന ദിവസം ഞാൻ ലീവാണ്. എനിക്ക് എലിജിബിൾ ആയ ലീവ് ഞാൻ എടുക്കുന്നു. ഓക്കെ ആണല്ലോ. 10 മുതൽ 5 വരെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലി മാത്രം. ആ സമയത്ത് ഇടവേള, ആ സമയത്ത് ഒരിക്കലും ഒരു റീല് പോസ്റ്റ് ചെയ്യോ ഒരു പോസ്റ്റ് പോലും സ്റ്റോറി പോലും ഞാൻ ഇടാറില്ല. എന്നിട്ട് അതെന്റെ ജോലി സമയമാണ്. ജോലി 5 മണിക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എനിക്ക് എന്തും ചെയ്യാം. നമ്മൾ അതുവരെ ഷൺമുഖദാസും പിന്നെ നമ്മളെ പ്രൊഫഷനാണ്, നമ്മൾ കൃത്യമായിട്ട് അവിടെ ജോലി ചെയ്യുക, കൃത്യമായ ലീവ് ലെറ്റർ കൊടുത്തുകൊണ്ട് ലീവ് എടുക്കുക. പിന്നെ ഗവൺമെന്റ് എനിക്ക് ഓൾറെഡി പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് കൃത്യമായി പെർമിഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് നല്ല കൃത്യമായിട്ട് അവിടെയും ബുദ്ധിമുട്ടില്ലാതെ ഇവിടെയും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. രണ്ട് കാര്യത്തിൽ നമ്മൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നുണ്ട് 100%. ഓക്കെ, ഈ ശരിക്കും ഈ റീൽസിലേക്കൊക്കെ അല്ലെങ്കിൽ ടിക്ടോക്കിലേക്കൊക്കെ എങ്ങനെയാ ചെയ്ത് തുടങ്ങിയത്? ശരിക്കും ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു, പിന്നെ ഒരു മോള് ജനിച്ചു. മകള് ജനിച്ച സമയത്ത് വൈഫ് പറഞ്ഞു 3ാമതൊരു കുട്ടിയായി. എന്റെ വൈഫ് ഒരു ടീച്ചറാണ്, അവള് തിരക്കുള്ള ടീച്ചറാണ്, മാനേജ്മെന്റ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അവർക്ക് ഗവൺമെന്റ് സാലറി ആണെങ്കിലും മാനേജ്മെന്റ് സ്കൂളാകുമ്പോൾ പല പല ലിമിറ്റേഷൻസ് ഉണ്ട്. കുട്ടികൾ ഉണ്ടാവില്ല. കുട്ടികളെ വെക്കേഷൻ സമയത്ത് കുട്ടികളെ പിടിക്കാൻ വേണ്ടി പിടിക്കാൻ മനസ്സിലായില്ലേ, കോഴിക്കോട് ഭാഷയാണ്. വാ മോനെ പറഞ്ഞിട്ട് പെൻസിൽ കൊടുക്കും, പെന്ന് കൊടുക്കും, പുസ്തകം കൊടുത്ത് ബാഗ് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോകണം. എന്തായാലും സ്ട്രെങ്ത് കുറവായിട്ടുള്ള സ്കൂളാണ്. അപ്പൊ അവൾ അത്രയും തിരക്കിനിടയ്ക്ക് ഒരു 3ാമത്തെ കുട്ടി ഞങ്ങൾക്ക് ജനിച്ചു. അപ്പം അവൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പൊ പിന്നെ ഈ കുട്ടി ജനിച്ച സമയത്ത് അവൾക്ക് തിരക്കുണ്ടല്ലോ. അപ്പൊ അവള് പറയും ഓക്കെയാണ് മോളെ, ഞാൻ വൈകുന്നേരം ആവുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ അടുക്കളപ്പണി നോക്കണം, ബാക്കി 2 ആൺകുട്ടികളുടെ കാര്യം നോക്കണം ഒക്കെ ആകുമ്പോൾ അപ്പൊ മോളെ ഞാൻ പൂർണ്ണമായിട്ട് എന്റെ കയ്യിൽ അടുത്ത് തരാറ്. പാല് കൊടുക്കാൻ വേണ്ടി അവളെ അടുത്ത് കൊടുക്കും, പിന്നെ അവൾ എൻ്റെ അടുത്ത് തരും. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടീനെ, കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ, 8-9 മാസം 7-8 മാസമൊക്കെ ആകുമ്പോൾ കുട്ടിയാ. അങ്ങനെ ഈ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നൊരു നോക്കിയ പോലത്തെ ഫോണാണ് എനിക്കുള്ളത്. തോണ്ടാനും അറിയില്ല, ഫോട്ടോ എടുക്കാതെ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, കൂടുതലൊന്നും ഞാൻ ഇതിനെ പറ്റി അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു കസിനാണ് ഇങ്ങനെ ഈ ടിക്ടോക്ക് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. അത് വെച്ചു. ആ വെച്ച സമയത്ത് അതിൽ ഡാൻസും പാട്ടും നമ്മൾ കളിക്കും. കുട്ടീനെ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. ഞാൻ കളിക്കുമ്പോൾ കുട്ടി ഇരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ബഫൂണ് പോലെ കോമാളി പോലെ ഇടപെട്ടാൽ മാത്രമേ കുട്ടികളെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. മോളെ നോക്ക് എന്ന് പറഞ്ഞാൽ കുട്ടി ഇരിക്കൂല. അപ്പം കുട്ടി ഇവിടെ നിൽക്കുന്ന കുട്ടി അതിൽ കൂടെ കുട്ടീനെ കാണും, അച്ഛനെയും കാണും. ആ അച്ഛനല്ലേ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിക്ക് സന്തോഷമാവും. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒരു മുണ്ട് മാത്രം കൊടുത്തു, ഷർട്ടൊന്നും ഇടാറില്ല. എന്താ വെച്ചാൽ അറിയില്ല, കൂടുതൽ ഇതിനെപ്പറ്റി അറിയാം. ഇതിങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, 10 ആൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ അറിയില്ല. അങ്ങനെ അതിൻ്റെ അകത്ത് ചെയ്ത് കുട്ടിക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി, പിന്നെ എനിക്ക് ഹരായി മാറി. ഇത് കുഴപ്പമില്ലല്ലോ. അങ്ങനെ കമന്റുകൾ കൂടി, ഷെയറുകൾ കൂടി. അങ്ങനെ ഓൾറെഡി ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഒരു കോമാളി, അതായത് എന്റെ തുടക്കം 2019 പറയുന്നത് കേട്ടോ, തുടക്കം. അപ്പൊ ആൾക്കാർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കുട്ടി ഹാപ്പിയാണ്. എനിക്ക് കറക്റ്റ് എനിക്ക് ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്, കുട്ടി ഹാപ്പി അല്ലേ. എനിക്ക് അടുക്കളയിൽ അങ്ങനെ കയറി ജോലി ചെയ്യാൻ അങ്ങനെ അറിയുന്ന ആളൊന്നുമല്ല കേട്ടോ. ചായ ഉണ്ടാക്കും നല്ലതാ, കൃത്യമായ ഭക്ഷണം തരുന്നു, വൈഫ് ഹാപ്പി, കുട്ടി ഹാപ്പി, ഞാനും ഹാപ്പി, നാട്ടുകാർ ഹാപ്പി. അപ്പൊ ട്രോളുകൾ വരാൻ തുടങ്ങി. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടാൻ തുടങ്ങി. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ, പിന്നെ അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീടിന്റെ മുമ്പ് കൂടെ ആൾക്കാർ, മെയിൻ റോഡ് സൈഡിൽ എൻ്റെ വീടിന്റെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ആ ചെങ്ങായി കണ്ടില്ലേ രാവിലെ തന്നെ തുടങ്ങി, അല്ല വൈകുന്നേരം തുടങ്ങി പറയും ആൾക്കാർ പറയുമായിരുന്നു. പിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവർ മാറിക്കും. പുള്ളി അത് എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ കൊടുക്കണ്ട, പുള്ളി എന്താ ചെയ്യുന്ന നമുക്ക് നോക്കാം. അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നു. നല്ല നല്ല സംഗതികൾ ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു 2020 ടിക്ടോക്ക് നിർത്തിയല്ലോ, 20 നിർത്തിയല്ലോ. പിന്നെ റീൽസിൽ വന്നു.
റീൽസ് വന്ന സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു പബ്ലിസിറ്റി കിട്ടി റീൽസിൽ. എന്നുവെച്ചാൽ ഇൻസ്റ്റാഗ്രാം തന്നെ ആപ്പ് ബിസിനസ്സുകാർ സിനിമാടന്മാർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ആപ്പിൽ നിന്ന് റീൽസ് തന്നെ ഫെസിലിറ്റി അതിൽ വന്ന ശേഷം ആളുകൾ കയറാൻ തുടങ്ങി. പണ്ട് ഇൻസ്റ്റാഗ്രാം തന്നെ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുക, അതൊരു വലിയൊരു പൈസക്കാര കൺസെപ്റ്റ്. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് മാത്രം ആൾ ഉപയോഗിച്ചത്. പിന്നെ അതിൽ റീൽസ് വന്നതോടുകൂടി എല്ലാവരും അതിൽ ഇടിച്ചു കയറി. ഏത് ടിക്ടോക്കേഴ്സ് മാറി റീൽസോളികളായി മാറി.